എല്ലാവർക്കും നമസ്കാരം. ഗുരുജിയാണ്. ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡിംഗ് ഇമോഷൻ ചാനലിലേക്ക് മൈ ഇൻട്രാഡേ ട്രേഡ് സെറ്റപ്പ് ആസ് പെർ ദ പ്രോസസ് നമ്മൾ ഹൗ ടു ബിക്കം എ ഓപ്ഷൻ ബയർ എന്ന് പറഞ്ഞ് 3 പാർട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ആ 3 പാർട്ടും വാച്ച് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ അതിനെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന നോളജ് അതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇപ്പോൾ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് ഡേ എന്താ പറയുക സ്ട്രക്ചർ അല്ലേ, പ്രീവിയസ് ഡേ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഇൻഫർമേഷൻ. പ്രീവിയസ് ഡേ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഓപ്പർച്യൂണിറ്റി എവിടെയാണ് ഇതിനകത്ത് സപ്ലൈയും ഡിമാൻഡും ഒക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിഫ്റ്റിയാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി, ഇത് TPO എന്ന് പറയും. ഇതിനെക്കുറിച്ചുള്ള ബാച്ചസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ലെവൽസ് പറയുന്നത്. 30 മിനിറ്റിന് ടൈം ഫ്രെയിം ബേസ്ഡാണ് ലെവൽസ് അല്ല പറയുന്നത്. ഇതൊന്ന് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ ഇമോഷൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഇമോഷൻ കൺട്രോൾ ചെയ്യും. എന്നിട്ട് ഒരു കാര്യം കൂടെ ഈ ഓപ്ഷൻ ബയർ മനസ്സിൽ നല്ല ദൃഢമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. മാർക്കറ്റ് ഒരു 80% ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത് ഒരു ദിവസം 1 അല്ലെങ്കിൽ 2. മാർക്കറ്റ് തന്നെ ഇത്രേ തരത്തുള്ളൂ. മാർക്കറ്റ് തരുന്ന ഓപ്പർച്യൂണിറ്റി തന്നെ ഒരു ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു 50-70 പോയിന്റിൻ്റെ ഇപ്പോഴൊക്കെ റേഞ്ച് കുറവാണ് അല്ലേ, ഒരു 400-300 പോയിന്റിൻ്റെ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷൻ ബയറിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-80 പോയിന്റ് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു 80 പോയിന്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മനസ്സിലായല്ലോ. ഒരു എന്താ പറയുക, ഒരു 100 രൂപയുടെ ഇന്തമണി ITM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വെറും 80 രൂപയുടെ ഒരു നമുക്ക് പ്രീമിയം കയറും. നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാം. പ്രീമിയം കയറും. PE വാങ്ങിച്ചാലും CE വാങ്ങിച്ചാലും പ്രീമിയം കയറും. അത് ഫസ്റ്റ് ദൃഢമായിട്ട് മനസ്സിലാക്കുക. വളരെ ചാൻസ് കുറവാണ്. അതായത് 15% മാത്രമേ മാർക്കറ്റ് ഒരു 4-5 ഓപ്പർച്യൂണിറ്റി തരത്തുള്ളൂ. 5 തരത്തില്ല. മാക്സിമം 4, 3 അല്ലെങ്കിൽ 4 മാക്സിമം. അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി തന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പിന്നെ നമ്മളൊരു 15 ട്രേഡ്, 20 ട്രേഡ്, 10 ട്രേഡ് ഒക്കെ എടുക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി ഒരു ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച ഉച്ച വരയ്ക്കും കാത്തിരുന്നു. ഒരു 70-80 പോയിന്റിൽ കൂടുതൽ കിട്ടി. ഉച്ച വരയ്ക്കും കാത്തിരുന്നു. അതിനകത്ത് അന്ന് നമുക്കൊരു 2 ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. CE സൈഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 2 ഓപ്പർച്യൂണിറ്റിയാണ് അന്ന് ഡിസ്കസ് ചെയ്തത്. രണ്ടിലും ഒന്നിൽ ഒരു 80, വേറെ ഒന്നിലൊരു 1:1 30. അപ്പോൾ ഒരു ആൾമോസ്റ്റ് ഒരു 110 പോയിന്റ് 2 ട്രേഡിൽ നമുക്ക് അതിനകത്ത് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടുകയുണ്ടായി. അതും ഔട്ട് ഓഫ് ദ മണിയാണ്. രണ്ടും ഡിസ്കസ് ചെയ്തത് OTMലാണ്. മനസ്സിലായില്ലേ? OTMലാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യുക, വിലയിരുത്തുക. നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കാം നിഫ്റ്റി എന്താണ് നമുക്ക് തരുന്നതെന്നുള്ളത്. ബെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആവുകയും ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. കാരണം ഇതിന് സ്പൈക്ക് റൂൾ എന്ന് പറയും. ലോ ഒന്ന് വീക്കാണ്. നിഫ്റ്റി L പീരീഡിൻ്റെ ലോ ഒന്ന് വീക്കാണ്. എങ്കിലും നമുക്കൊരു സ്പൈക്ക് റൂൾ എന്ന് പറയും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 19,565 എന്ന് പറയുന്ന ഈ ലെവലിൽ ഒരു സപ്പോർട്ട്, അതായത് സപ്പോർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബയ്യിങ് എന്താ പറയുക, ഒരു ബയ്യിങ് പ്രഷർ വരാം, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആകാം. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പൺ ആകുന്നെങ്കിൽ വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഈ 19,565 അവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയും തിരിച്ചൊരു മുകളിലോട്ടുള്ള ഒരു യാത്ര തുടങ്ങിയാൽ നമുക്ക് മുകളിൽ നിന്നുള്ള സപ്ലൈ എന്ന് പറഞ്ഞാൽ 19,645 ആദ്യത്തെ സപ്ലൈ സോൺ, രണ്ടാമത്തെ സപ്ലൈ സോൺ 19,705 ആണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, ഈ 19,565 എന്ന് പറഞ്ഞ ഈ ലെവലുണ്ടല്ലോ, ഇത് ഒരു സപ്ലൈ സോൺ ആയിട്ടും വർക്ക് ചെയ്യും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഈ ലെവൽ മാത്രം, ഇത് രണ്ടും സപ്ലൈ സോൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഇതിൻ്റെ താഴെയാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ആ 19,565 അവിടെ ഒരു റിജക്ഷൻ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ലെവലിലോട്ട് തന്നെ താഴോട്ട് നോക്കാം. ഈ POC എത്രയാണ്? 19,500 ലെവൽ, ഈ വാല്യൂ ഏരിയ ലോ വരയ്ക്കും നമുക്ക് നോക്കാം. 19,490, 500 വരയ്ക്കും നമുക്ക് താഴോട്ട് നോക്കാവുന്നതാണ്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ
ഞാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലാണ്. ഫ്ലാറ്റ് ഓപ്പണിനേക്കാൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് കുറച്ചുകൂടെ നല്ലത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതിലൊരു 19,645 അവിടെയൊക്കെ നമുക്കൊരു നല്ലൊരു സപ്ലൈ സോൺ ഉണ്ട്. 645 ഒരു സെക്കൻഡ് 19,645 പ്ലസ് ഒരു 705 അവിടെയൊക്കെ നല്ലൊരു സപ്ലൈ സോൺ ഉണ്ട്. അപ്പോൾ 705 അടുത്തൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നിറച്ച ആൾക്കാരെ ട്രാപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. കാര്യത്തിൽ ഇത്രയും ദിവസം മാർക്കറ്റ് ഹൈ ടൈം ഇവിടെ അടിച്ചപ്പോൾ മാർക്കറ്റ് എല്ലാവരും വിചാരിക്കും, എല്ലാ റീറ്റെയിലറും വിചാരിക്കുന്നത് ഇതൊരു ഓൾ ടൈം ഹൈ അടിച്ചു അല്ലേ. എന്നിട്ട് മുകളിൽ നിന്ന് അവർ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് നല്ലൊരു റിജക്ഷൻ ആണ്, താഴെയാണ് ക്ലോസ് ആവുന്നത്. ഇവിടെ കാണാൻ നല്ലൊരു റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു അനോമാലി നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പോയി നോക്കുക. ഇങ്ങനെ ഇത് താഴോട്ട് നല്ലൊരു റെഡ് ക്യാൻഡിൽ ഈ ദിവസം ഫെബ്രുവരി എന്താ പറയുക ഫ്രൈഡേ, ഇത് ഏതാണ് ദിവസം 7-ാം തീയതി ജൂലൈയിൽ വീണപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാർ വിചാരിച്ചു മാർക്കറ്റ് ഇപ്പോൾ പടപടപടേന്ന് താഴോട്ട് വീഴും എന്ന് വിചാരിച്ചു. അവിടെ ആൾക്കാർ ട്രാപ്പായി. അടുത്ത ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയും ട്രാപ്പ് ആവുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലോട്ട് പോയി. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെയും ആൾക്കാർ എന്ത് വിചാരിച്ചു, മാർക്കറ്റ് ഇപ്പോഴും നെഫ്റ്റി കറക്ഷൻ ആവും, താഴെയാണ് ക്ലോസ് ആവുന്നത്, നല്ല രീതിയിൽ കറക്ഷൻ ആവും. ഇത് മാർക്കറ്റ് എപ്പോഴും ഈ 90% ആൾക്കാർ വിചാരിക്കുന്നത് ഒരിക്കലും ചെയ്യൂല. ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഇന്ന് എന്താണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, താഴെ വന്നു, മാർക്കറ്റ് വീണു, മുകളിൽ പോയി, വീണ്ടും റീടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് ഇനി ഒരു 500-600 പോയിന്റ് മുകളിലോട്ട് തന്നെ യാത്രയാകുമെന്ന് എല്ലാ റീറ്റെയിലേഴ്സും മൈൻഡിൽ വിചാരിക്കും. പോയിക്കൂടെന്നല്ല കേട്ടോ, ധാരാളമായിട്ട് അത്രയും പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മാർക്കറ്റ് അങ്ങനെ വിചാരിക്കുമ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ 705 ഇതൊരു അൺനോൺ ടെറിട്ടറിയാണ്, മാർക്കറ്റിന് അറിയാത്തൊരു സ്ഥലത്തുള്ള യാത്രയാണ് 19,705. ഇത് ഒരു നല്ലൊരു സപ്ലൈ ആയിട്ട് വരികയും, മനസ്സിലായില്ലേ, ഇവിടെ സപ്ലൈ വരികയും ഈ ആൾക്കാരെല്ലാം വിചാരിച്ചിരിക്കണം മുകളിലോട്ട് പോകണം. അപ്പോൾ എല്ലാവരും നല്ല മുകളിലോട്ടാണ് നോക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നൊരു റിജക്ഷനായി നല്ല രീതിയിലൊരു നമുക്കൊരു വരുന്ന ദിവസങ്ങളിൽ താഴോട്ടുള്ള യാത്ര നമുക്ക് നോക്കാം. അതിന് നിറച്ച കാര്യങ്ങളുണ്ട് കേട്ടോ. താഴോട്ട് യാത്ര നോക്കാനായിട്ട് നിറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഇൻഫർമേഷൻ കിടപ്പുണ്ട്, ഇവിടെ ഒരു ഇൻഫർമേഷൻ കിടപ്പുണ്ട്, മനസ്സിലായില്ലേ. അങ്ങനെ താഴോട്ട് നോക്കാനായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മെമ്മറീസ്, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കുറച്ച് താഴോട്ട് വരാനായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെയൊക്കെ മാർക്കറ്റിൽ കിടപ്പുണ്ട്. അതൊക്കെ മാർക്കറ്റ് ക്ലിയർ ചെയ്യാതെ മുകളിലോട്ട് പോകുന്നത് അത്ര ശരിയല്ല. അപ്പം ഈ മെമ്മറീസൊക്കെ വന്ന് തിരിച്ച് വിസിറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം മാർക്കറ്റ്, ഇങ്ങനത്തെ ഒരു നല്ലൊരു ഇൻഫർമേഷൻ ഇവിടെ കിടപ്പുണ്ട് വരാനായിട്ട്. സോ ഇതൊക്കെ വന്ന് വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു അപ്പ് മൂവ് അടുത്തത് നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും ഫ്ലാറ്റ് ഓപ്പൺ ആയാലും എങ്ങനെ നമ്മൾ നോക്കണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് മുകളിലോട്ട് നിറച്ച് സപ്ലൈ സോൺ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ സപ്ലൈ സോൺ അല്ല, ബാങ്ക് നിഫ്റ്റി ബെസ്റ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ബെസ്റ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആവുകയും 44,980 ക്രോസ് ചെയ്താൽ 44,980 ക്രോസ് ചെയ്താൽ ആദ്യത്തെ നമുക്കൊരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,125 45,125 ആദ്യത്തെ സപ്ലൈ സോൺ. വേറെ ഒന്നുമില്ല, ഈ പുവർ ഹൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതൊരു AB പുവർ ഹൈ ആണ്. സ്ട്രക്ചർ അനുസരിച്ച് AB പുവർ ഹൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ AB പുവർ ഹൈയുടെ ഈ സ്ട്രക്ചറിന് താഴെ ഒരു എലോങ്കേഷൻ മാർക്കറ്റിന് കിട്ടുന്നില്ല. എലോങ്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സാണ്. എലോങ്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫോളോ ത്രൂ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഫോളോ ത്രൂ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ മാർക്കറ്റിന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ AB പുവർ ഹൈ ഉണ്ടായിട്ടും മാർക്കറ്റ് താഴോട്ടൊരു നല്ലൊരു ഫോളോ ത്രൂ കിട്ടിയില്ല ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇതൊക്കെ മാർക്കറ്റ് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പം 45,125 മുകളിൽ നമുക്ക് 45 ഇവിടെ ഈ AB പുവർ ഹൈൻ്റെ അവിടെ 45, 240, 250 ഒരു സപ്ലൈ സോണ് ഉണ്ട്. 250, 240 അവിടെയൊക്കെ നമുക്കൊരു സപ്ലൈ സോണ് മുകളിലോട്ട് ഉണ്ട്. നല്ലൊരു സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45, 355 അവിടെയാണ് നമുക്ക് നല്ലൊരു സപ്ലൈ സോണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിവിടെയാണ് 355, അതോ ഈ ടെറിട്ടറിയാണ് കേട്ടോ. ഈ ഒരു പറയാൻ കാരണം സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോളിയം POC
VPOC എന്ന് പറയും, വോളിയം POC ഇവിടെ കിടപ്പുണ്ട്. സോ ഇത് മാർക്കറ്റ് വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട്, ഇവിടെ നിന്നൊരു റിജക്ഷൻ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സപ്ലൈ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മെമ്മറി വിട്ടിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് സപ്ലൈ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ, ഇത് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലോ, നേരത്തെ പറഞ്ഞ നിഫ്റ്റിയുടെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളത് ആ ലെവൽസ് മാർക്ക് ചെയ്ത് വയ്യ, ആ ലെവൽസ് വീണ്ടും ഡിമാൻഡ് സോണായിട്ട് മാറും. ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞത്. പക്ഷെ അവിടെയൊക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരാനുള്ള ചാൻസസ് ഗ്യാപ്പപ്പായി ഇവിടെ എന്താണ് ആക്ടിവിറ്റി നടക്കുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മേജർ സപ്ലൈ സോണിൽ 45,355 അവിടെ എന്താണ് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി, അല്ലെങ്കിൽ 45,240 സപ്ലൈ സോണിൻ്റെ അവിടെ എന്താണ് അവിടെ മാർക്കറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ തരുന്ന ഇൻഫർമേഷൻ ഒന്ന് ലൈവിൽ അനലൈസ് ചെയ്യുക. ഇതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.